വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വരികയാണ്. പോലീസ് അസോസിയേഷൻ പുനഃസംഘടനയിൽ സർക്കാരിന് ഹൈക്കോടതിയിൽ വലിയ തിരിച്ചടി. ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. സർക്കാർ ഉത്തരവും അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനവുമാണ് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, കഴിഞ്ഞ ദിവസവും ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഈ പുനഃസംഘടന ഒഴിവാക്കില്ല എന്നാണ്. പക്ഷേ ഹൈക്കോടതിയിൽ വലിയ തിരിച്ചടിയാണല്ലേ ഉണ്ടായിരിക്കുന്നത്. കോടതി ഇത് സ്റ്റേ ചെയ്തുകൊണ്ട് നിരീക്ഷിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? പുനഃസംഘടന റദ്ദാക്കണം പോലീസ് അസോസിയേഷനും പിന്നീട് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ രണ്ട് ഹർജികളാണ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. അതിൽ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഹർജിയാണ് ഇന്ന് കോടതിയിൽ എത്തിയത്. കോടതി അത് ഫയലിൽ സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫയലിൽ സ്വീകരിക്കുക മാത്രമല്ല ആ പുനഃസംഘടനാ നടപടികൾ, ആ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട പ്രശ്നം ഇത്തരത്തിൽ പോലീസ് സംഘടന പുനഃസംഘടിപ്പിക്കുമ്പോൾ അതിൽ ജനാധിപത്യ വിരുദ്ധമായ നടപടിക്രമങ്ങൾ, സംഘടനാ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഹർജികൾ കോടതിയിലെത്തിയത്. അതായത് നിലവിൽ കേരള പോലീസ് അസോസിയേഷനിൽ കേരള പോലീസിൽ 3 സംഘടനകളാണ് പ്രവർത്തിക്കുന്നത്. കേരള പോലീസ് അസോസിയേഷൻ, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ. അതിൽ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇല്ലാതാക്കാനാണ് സർക്കാർ ഈ ഉത്തരവിലൂടെ ശ്രമിച്ചത്. ആ സംഘടനയെ കേരള പോലീസ് അസോസിയേഷനിലേക്കും സീനിയർ ഓഫീസർ അസോസിയേഷനിലേക്കും ആയി മാറ്റുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അത്തരത്തിൽ 3 സംഘടന എന്നുള്ളത് 2 സംഘടനകളാക്കി വെട്ടിച്ചുരുക്കുക എന്നതായിരുന്നു ആഭ്യന്തര വകുപ്പിന്റെ നീക്കം. അതിന് രാഷ്ട്രീയപരമായ കാരണങ്ങളും ഉണ്ടായിരുന്നു. ആ തീരുമാനം ആണ് സംഘടന സ്വാഭാവികമായും കോടതിയിൽ ചോദ്യം ചെയ്തത്. കോടതി അതിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തി. പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഇത് സംഘടനാ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് ഈ സർക്കാർ നടപടി എന്നായിരുന്നു ഹർജിക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യം. സർക്കാരിന് അങ്ങനെ ഒരു അസോസിയേഷൻ, ഒരു സംഘടനയുടെ മേൽ അതിന്റെ ഘടനയെ തീരുമാനിക്കാനുള്ള ഒരു അധികാരവും നിലനിൽക്കുന്ന ഒരു നിയമപ്രകാരവും ഇല്ല എന്ന് ഈ ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. മാത്രമല്ല, യാതൊരു തരത്തിലുള്ള കൂടിയാലോചനകളും നടത്താതെയാണ് ഇത്തരമൊരു നീക്കം സർക്കാർ നടത്തിയത്. അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപായി ഒരു തരത്തിലുള്ള കൂടിയാലോചനകളും ഒരു ഘട്ടത്തിലും നടത്തിയിട്ടില്ല. അത് എല്ലാം കോടതി പരിശോധിച്ചു. പരിഗണിച്ച കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു, നോട്ടീസ് അയച്ചു. ഒരാഴ്ചക്കുള്ളിൽ സർക്കാർ മറുപടി നൽകണം. അതിനുശേഷം വിശദമായി വാദം കേൾക്കും. ഇത് നിയമപരമായി നിലനിൽക്കുമോ എന്ന ചോദ്യമാണ് കോടതി പരിശോധിക്കാൻ പോകുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു പ്രാഥമിക തിരിച്ചടിയാണ് എന്ന് തന്നെ പറയാം. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ ഉത്തരവ് സ്റ്റേ ചെയ്ത് തുടർ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളത് ആ ഉത്തരവ് നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ന് തന്നെ വിലയിരുത്താം. കാരണം വേണമെങ്കിൽ കോടതിക്ക് സ്റ്റേ ചെയ്യാതെ എന്ന ഹർജി ഫയലിൽ സ്വീകരിച്ച് നമുക്ക് വാദം കേൾക്കാം എന്ന് പറയാമായിരുന്നു. കോടതി അങ്ങനെയല്ല ചെയ്തത്. കോടതി ചെയ്തത് ആ ഉത്തരവ് തന്നെ സ്റ്റേ ചെയ്തു. അതായത് ഇപ്പോൾ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം 2 സംഘടനകളായി മാറിയായിരുന്നു നിലവിലുണ്ടായിരുന്ന 3 സംഘടനകൾ. അത് പഴയതുപോലെ 3 സംഘടനകൾ തന്നെയാണ് എന്ന് ഇപ്പോൾ കോടതി ഉത്തരവിലൂടെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ചട്ടവിരുദ്ധമായ ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കരുതാം. തീർച്ചയായും അങ്ങനെ തന്നെയാണ് കോടതിക്ക് ബോധ്യപ്പെട്ടത്. അങ്ങനെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആദ്യഘട്ട നടപടി എന്ന നിലയ്ക്ക് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലീസ് എന്ന് പറയുന്നത് സ്റ്റേ ആയിരുന്നു പ്രയറായി വെച്ചിരുന്നത്. ആ സ്റ്റേ അംഗീകരിക്കുമ്പോൾ തന്നെ ഈ ഹർജിക്കാരുടെ ആവശ്യം കോടതി മുഖവിലക്കെടുത്തു. ഹർജിക്കാരുടെ വാദങ്ങൾ കോടതി പരിഗണിച്ചു. ഹർജിക്കാർ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ കോടതി മുഖവിലക്കെടുക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ. ഇനി ഇതിൽ വിശദമായി വാദം കേൾക്കും. ഈ സംഘടനകളുടെ എല്ലാം ഭരണഘടന ബൈലോ കോടതി പരിശോധിക്കും. അതിൽ സർക്കാരിനുള്ള അധികാരങ്ങൾ എത്രമാത്രമാണെന്ന് പരിശോധിക്കും. സർക്കാരിന് ഏതെങ്കിലും ഒരു സംഘടനയുടെ മേൽ ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാരിന് ആകുമോ എന്നുള്ളതാണ് ഇതിൽ വരുന്ന ഏറ്റവും വ്യക്തമായ ചോദ്യം. കാരണം പോലീസ് അസോസിയേഷൻ എന്ന് പറയുന്നത് സാധാരണ നിലയിലുള്ള ഒരു സംഘടനയല്ല, അസോസിയേഷനല്ല, ഭാഗികമായ ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സംഘടനയാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ആ പോലീസ് വെൽഫെയർ ആണ് ഈ സംഘടനയുടെ ലക്ഷ്യം. അത്തരം ഒരു സംഘടനയെ ആഭ്യന്തര വകുപ്പ് മറ്റ് താല്പര്യങ്ങളുടെ മേൽ പിരിച്ചുവിടുകയോ മറ്റോ ചെയ്യുമ്പോൾ അതിൽ ഒരു ജനാധിപത്യ വിരുദ്ധ നടപടിയുണ്ട് എന്നുള്ളത്. ഒപ്പം സംഘടനാ സ്വാതന്ത്ര്യം ലംഘിക്കുന്ന നടപടിയുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ സംഘടനാ സ്വാതന്ത്ര്യത്തിന്മേൽ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന് അധികാരങ്ങളുണ്ടോ എന്ന നിർണായകമായ ചോദ്യമാണ് ഇതിൽ ഉയർന്നു വരിക. കോടതി പ്രാഥമികമായി അങ്ങനെ ഒരു കൈകടത്തൽ നടക്കില്ല എന്ന് വ്യക്തമാക്കുന്നു ഈ സ്റ്റേ ഓർഡറിലൂടെ എന്ന് വേണം മനസ്സിലാക്കാൻ.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സാലി, ഈ യു ഡി എഫ് സർക്കാർ അധികാരമേറ്റ് കേവലം 2 മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ഈ വലിയ തിരിച്ചടി കോടതിയിൽ നിന്ന് നേരിടേണ്ടി വരുന്നത്. അതായത് കൃത്യമായ പൊളിറ്റിക്കൽ ഉദ്ദേശം തന്നെയായിരുന്നു ഈ അസോസിയേഷൻ പുനഃസംഘടനയിൽ സർക്കാരിനുണ്ടായിരുന്നത്. ആ രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോൾ വളരെ കൃത്യമായി ഹൈക്കോടതിയിൽ പൊളിഞ്ഞു വീഴുന്നത് എന്നത് എടുത്തു പറയേണ്ടതാണ്. അവിടെ രാഷ്ട്രീയ ലക്ഷ്യം ചോദ്യം ചെയ്യപ്പെടുന്നു എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട വസ്തുത. അതിൻ്റെ ഒരു രാഷ്ട്രീയ കാരണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഈ സംഘടനകളൊക്കെയും പോലീസ് സേനയ്ക്കിടയിൽ രാഷ്ട്രീയമില്ലെങ്കിൽ പോലും മനസ്സിൽ രാഷ്ട്രീയ ആഭിമുഖ്യം പുലർത്തുന്ന ആളുകളുണ്ടാവും, സ്വാഭാവികമാണ്. അങ്ങനെ ഇടത് രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഈ സംഘടനകളുടെയൊക്കെ തലപ്പത്ത് വന്നിരിക്കുന്നത്. അപ്പൊ പോലീസ് സേനയ്ക്കുള്ളിൽ ഒരു ഇടത് ആഭിമുഖ്യം കഴിഞ്ഞ കുറെ നാളുകളായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ സംഘടനകളെ പൊളിച്ചാൽ മാത്രമേ ആ സംഘടനാ നേതൃത്വം കൈപ്പിടിയിൽ ഒതുക്കാൻ രാഷ്ട്രീയമായി കോൺഗ്രസിന് കഴിയൂ എന്നുള്ള സാഹചര്യമുണ്ട്. ആ സാഹചര്യം ലക്ഷ്യമിട്ടാണ്, അതായത് ആ സംഘടനയെ കൈപ്പിടിയിൽ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരമൊരു നീക്കം നടത്തുക എന്ന് വ്യക്തമാണ്. അതായത് കൃത്യമായ രാഷ്ട്രീയ നീക്കമാണ് UDF നടത്തിയത്. ആ സംഘടനകളെ പിടിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം, പിടിച്ചടക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. രാഷ്ട്രീയമായ ആധിപത്യം പോലീസ് സേനയ്ക്കുള്ളിൽ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു ഈ ഉത്തരവിന്റെയൊക്കെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം. പക്ഷേ അത് കോടതി ഇടപെട്ടിരിക്കുന്നു. 3 സംഘടന ഉണ്ടായിരുന്നത് 2 സംഘടനയാക്കി ചുരുക്കി ആ മൂന്നാമത് പിരിച്ചുവിടുന്ന സംഘടനയിലുള്ളവരെ മറ്റ് 2 സംഘടനകളിലേക്കാക്കി മാറ്റിയിട്ട് ആ സംഘടന കൈപ്പിടിയിൽ ഒതുക്കുക, അതിൽ അധികാരം സ്ഥാപിക്കാം എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ ലക്ഷ്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് നിലവിലുള്ള 2 സംഘടനകളും, പോലീസ് അസോസിയേഷനും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. അതിൽ ഒരു ഹർജിയാണ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നതും ഇപ്പോൾ സ്റ്റേയിലേക്ക് പോയിരിക്കുന്നു. ഇനി 2ാമത്തെ സംഘടനയുടെ ഹർജിയും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അതിലും സമാനമായ ഒരു നടപടി തന്നെയാണ് ഉണ്ടാകാൻ സാധ്യത എന്ന കാര്യത്തിൽ തർക്കമില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, ഇനി അടുത്ത പോലീസ് അസോസിയേഷൻ, അവരുടെ ഹർജിയല്ലേ? 2 സംഘടനകളും ഹർജി കോടതിയുടെ മുന്നിലുണ്ട്. 2 തവണയായി വന്നതുകൊണ്ട് രണ്ടും ഒരുമിച്ച് എടുത്തിട്ടില്ല. ഇനി അടുത്ത ഘട്ടം മുതൽ ഒരുമിച്ചായിരിക്കും കോടതി പരിഗണിക്കുക. ഇപ്പോൾ ഒരു ഹർജി എടുത്തു, ആ ഹർജിയിന്മേൽ സ്റ്റേ ഓർഡർ പുറപ്പെടുവിച്ചു. ഇനി നാളെ ആയിരിക്കും മറ്റ് ഹർജി വരിക എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പോഴും ഇതേ സെയിം സ്റ്റാറ്റസ് തന്നെയാണ് നിലനിൽക്കുക. അതുകൊണ്ട് ഒരു സമാന ഉത്തരവ് നമുക്ക് പ്രതീക്ഷിക്കാം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനി 2 ആഴ്ചത്തേക്ക് ഇതിലൊരു നടപടിയും ചെയ്യാൻ പറ്റില്ല. സർക്കാർ അതിനൊരു വിശദീകരണം നൽകണം. ആ വിശദീകരണം കോടതി പരിശോധിക്കും. എന്നിട്ട് അതിന്മേൽ ഹർജിക്കാർക്ക് എതിർ സത്യവാങ്മൂലം സമർപ്പിക്കുക, അതിന്മേൽ വാദം നടക്കും. അപ്പോൾ കാലങ്ങളോളം ഇതെങ്ങനെ നീണ്ടുപോകും എന്നുള്ളതാണ് സാഹചര്യം. ഇപ്പൊ തൽക്കാലത്തേക്ക് UDF സർക്കാരിന്റെ രാഷ്ട്രീയ ലക്ഷ്യം പോലീസ് സംഘടനയ്ക്കുള്ളിൽ, സേനയ്ക്കുള്ളിൽ നടക്കില്ല എന്നുള്ളതാണ് ഈ കോടതി ഉത്തരവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതല്. ശരി സാലി, ഓക്കെ, താങ്ക് യു. സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പോലീസ് അസോസിയേഷൻ പുനഃസംഘടനയിൽ UDF സർക്കാരിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ പൊളിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൈക്കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു, സ്റ്റേ ചെയ്തിരിക്കുന്നു കോടതി എന്ന വളരെ പ്രധാനപ്പെട്ട തീരുമാനം വന്നിരിക്കുകയാണ്. സർക്കാർ ഉത്തരവും അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനവുമാണ് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. നോട്ടീസിന് മറുപടി നൽകാനും കോടതി പറഞ്ഞിരിക്കുകയാണ്. സർക്കാരിനോട് രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു ഈ പുനഃസംഘടന എന്നത് ഉറപ്പാണ്. 3 സംഘടനകളാണ് പോലീസിൽ പ്രവർത്തിക്കുന്നത്: പോലീസ് അസോസിയേഷൻ, ഓഫീസേഴ്സ് അസോസിയേഷൻ, സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ. അതിനെ 2ആക്കി ചുരുക്കി അവരുടെ ചൊൽപ്പടിക്ക് നിർത്താനുള്ള നീക്കമാണ് ഇപ്പോൾ പൊളിഞ്ഞു വീണിരിക്കുന്നത്. അധികാരമേറ്റ് 2 മാസത്തിനുള്ളിലാണ് വളരെ വലിയൊരു തിരിച്ചടി പ്രാഥമിക വാദത്തിൽ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് കേരള സർക്കാരിന് നേരിടേണ്ടി വന്നിരിക്കുന്നത്. വിവരങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്.